കണ്ട ഇതാരാ ഇരിക്കണേന്ന്? നമ്മുടെ കൂടത്തായി ജോളി. പുള്ളിക്കാരി ഒരു 6 പേരെയൊക്കെ തട്ടി ജോളിയായിട്ട് നമ്മുടെ ജോളി ചേച്ചിരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ട അടുത്തിരിക്കുന്ന പോലീസുകാരോട് കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ഇട്ടേക്കുന്ന ഔട്ട്ഫിറ്റൊക്കെ കണ്ട ഇനി ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്യാം. ജോളി ചേച്ചിയുടെ ടീഷർട്ടിന്റെ ബ്രാൻഡ്, വില, ജീൻസിന്റെ വില, കയ്യിലിട്ടേക്കുന്ന വാച്ചിന്റെ വില കേട്ടാൽ ഞെട്ടും. പൊളിച്ച്. നിയമവ്യവസ്ഥിതി അപാരം. 2019 കേസ്, ഇപ്പം ഈ നടക്കുന്നത് 2026. ഈ 7 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഈ പുള്ളിക്കാരി തന്നെയാണ് ആ 6 പേരെയും കൊന്നതെന്ന് എല്ലാവർക്കും ഉറപ്പായി. നിയമത്തിനൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഉറപ്പായി. കുറച്ചൊക്കെ പുള്ളിക്കാരി തന്നെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മളൊക്കെ ഇങ്ങനെ നടക്കുക, ഇങ്ങനെ മിടുക്കി കൊച്ചായിട്ട് നമ്മുടെ കല്യാണിയായിട്ട് ഇങ്ങനെ നടക്കുമല്ല നമ്മുടെ ജോലി ചേച്ചി. അറമ്മാദിക്കട്ടെ. ആറയാ നമ്മുടെ നികുതിപ്പണം കൊണ്ട് ഫ്രീ ആയിട്ട് വക്കീലിനെയൊക്കെ വെച്ച് സർക്കാർ ചെലവിൽ നമ്മൾ അടയ്ക്കുന്ന നികുതിയിൽ നിന്നെടുത്ത പൈസയൊക്കെ കൊണ്ട് സ്വയം ബാധിച്ച് നടക്കട്ടെ. ഇനി 6 പേരെയൊക്കെ തട്ടിയാലും ഏറെക്കുറെ കുറച്ച് നാൾ ഇത് കൂട്ടൊക്കെ നടക്കാം. ഇനി 6 പേരെയൊക്കെ തട്ടി എന്ന് ഉറപ്പായാലും കുറച്ച് നാൾ കേസിന്റെ പേരിൽ ഇങ്ങനെ വയസ്സാകുന്നിടം വരെയൊക്കെ നടന്ന് അത് കഴിഞ്ഞൊരു ജീവപര്യന്തം എന്തൊക്കെ കെട്ടി എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ചുരുളാം. അതും സർക്കാർ ചെലവ്. AC കൂടെ അങ്ങ് വെച്ചു കൊടുത്താലേ തണുക്കട്ടെ, അങ്ങോട്ട് കുളിരട്ടെ. ഇത് നല്ല സുഖമുള്ള പരിപാടിയല്ലേ? ഇവിടെ ഒരു മാസം അവസാനം ആകുമ്പോഴത്തേക്ക് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട്, കറണ്ട് ബില്ല്, പച്ചക്കറി, വലയരിക്ക്, അത് ഇതെന്നും പറഞ്ഞ് എൻ്റെ അമ്മയും മനുഷ്യൻ ടെൻഷൻ അടിച്ച് ചാവുക. ജോളി ചേച്ചിക്ക് യാതൊരു കോസ്റ്റിലും വേണ്ട, ഫുൾ സർക്കാർ പൊളി. അതിന് പുറമെയോ വൈദ്യസഹായം, നിയമസഹായം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാണെങ്കിൽ പ്രൊട്ടക്ഷൻ, പോലീസുകാർ അതിനുവേണ്ടി കിടക്കും. ഒരു 4 പോലീസുകാർ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി, യാത്രാ സൗകര്യം എവിടെ കിട്ടും? ഇത് ഞാൻ ജോലിയെടുത്ത് സമയം കളഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മൾ ടെക്നോളജിയിൽ 5G എന്നൊക്കെ പറയുന്നെങ്കിലും ഇപ്പം നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഈ നിയമവ്യവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെറും 3G, 3G. സത്യം പറഞ്ഞാൽ ആ ഇരിപ്പ് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. പണ്ടൊക്കെ ബൈക്കിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു പോലീസ് ജീപ്പ് ചെക്കിങ്ങിനെന്നും പറഞ്ഞ് കിടന്നാൽ നെഞ്ച് കിടന്ന് പടപടാന്നടിക്കും. പിന്നെ അങ്ങോട്ട് തിരിക്കണോ, ഇങ്ങോട്ട് വെട്ടിക്കണോ, തിരിച്ചു പോകണോ, എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പം വെടിവെച്ച് കൊല്ലാൻ നിൽക്കുന്ന കൂട്ടുള്ള പേടിയാണ്. നമ്മളിപ്പം ചത്തുപോകുന്നുള്ള പേടിയാണ്. ഇതാണ് 6 പേരെ തട്ടിയിട്ട് മാറി പോലീസുകാരോട് ചിരിച്ചും കളിച്ചും ഒക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഏതൊരുത്തനും തോന്നും ഒരു ഇച്ചിരി സോക്കേട്. ഇതൊക്കെ സോക്കേടുള്ള കാര്യം തന്നെ ഇതൊക്കെ കാണുമ്പോൾ. അതും നമ്മുടെ ചെലവിൽ. ഇവക്കൊക്കെ നമ്മുടെ ചെലവിൽ വാദിക്കാൻ വക്കീലും, നമ്മുടെ ചെലവിൽ വൈദ്യസഹായവും, അത് ഇതും യാത്രയും എല്ലാം സർക്കാരിൻ്റെ എന്ന് പറയുമ്പോൾ അത് നമ്മളെ തന്നെ പൈസ എടുത്താണ് ഇവളെയൊക്കെ തീറ്റി പോറ്റുന്നത്. ഇതൊക്കെ ഇത്തിരി ചൊറിച്ചിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അതും ഈ പുള്ളിക്കാരെ കൂടെ ഭൂലോകം ഉടായിപ്പ്. പണ്ട് NIT-യിലെ പ്രൊഫസറാണെന്നും പറഞ്ഞ് ഒരു ID കാർഡും ഒക്കെ നെഞ്ചത്തോട്ട് തൂക്കി രാവിലെ കാർ എടുത്തുകൊണ്ട് പോകും, വൈകുന്നേരം തിരിച്ചു വരുമെന്നും പറഞ്ഞ് വീട്ടുകാരെ നല്ല കിഡ്മനായിട്ട് അങ്ങ് പറ്റിച്ച്. അത് കഴിഞ്ഞ് ആട്ടും സൂപ്പും കടലക്കറിയൊക്കെ വെച്ച് അങ്ങ് കയറ്റി കൊടുത്ത് വീട്ടുകാർക്ക്. കഴി ഷെഫ്, ജോളി ഷെഫ് അങ്ങ് അടിച്ച് കയറ്റി കൊടുത്ത് എല്ലാം പാവത്തങ്ങളെല്ലാം ഇരുന്നങ്ങ് തിന്നു. നമ്മളൊക്കെ ഒരു വില്ലേജ് ഓഫീസിൽ വരുമാന സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞൊന്ന് പോയേ 2 ചേപ്പവന്മാർ തേക്കും. ആ സ്ഥാനത്താണ് നമ്മുടെ ഇച്ചയി പോയി ഒരു വ്യാജ പ്രമാണം തന്നെ, വീൽപത്രം തന്നെ ഉണ്ടാക്കി ഉള്ള സ്വത്തെല്ലാം കൂടെ തൻ്റെ പേരിലാക്കിയത്. ഒന്ന് ആലോചിച്ച് അവരുടെ കഴിവ്. ഇവരെയൊക്കെ പിടിച്ച് നമ്മുടെ തലപ്പത്തോട്ട് കയറ്റിയിരുത്തണം. ഇവരൊക്കെ നല്ല സൂപ്പറായിട്ട് നമ്മളെയൊക്കെ ഭരിക്കും. അല്ലെങ്കിൽ എവിടെയോ ചെന്ന് എത്തേണ്ട സാമാന്യം ഇതൊക്കെ. ഇന്ത്യയിലൊന്നും അല്ല, വല്ല അമേരിക്കയിലോ വേറെ വല്ല വിദേശ രാജ്യത്തോ ഒക്കെ എത്തിയിരുന്നെങ്കിൽ ഇവരൊക്കെ നല്ല പൊസിഷനിൽ എത്തേണ്ട ആൾക്കാരാണ്. അതിനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ജയിലിലിട്ട് ഇങ്ങനെ മുരടിപ്പിച്ച് കളയുന്നത്. തുറന്ന് വീടങ്ങോട്ട്, പറക്കട്ടെ അങ്ങോട്ട്. ഇതൊക്കെ അമർഷമുണ്ട്. ഒരു പൊതുജനം അല്ലെങ്കിൽ ഇവിടെ വർഷാവർഷം കരമടയ്ക്കുന്നതെങ്കിലും വെച്ചിട്ട് അങ്ങനെ ഒരു പൗരനെന്ന നിലയ്ക്ക് അമർഷത്തോടാണ് സംസാരിക്കുന്നത്. ഇവിടെയൊക്കെ ചിരി കാണുമ്പോഴേ നമ്മൾ സാധാരണ ആൾക്കാർ ഒരു പെറ്റി കേസിലെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നാൽ നമ്മുടെയൊക്കെ കുടുംബം ഇരുന്ന് ആദ്യ പിടിക്കും. നമ്മുടെ ഭാവി എന്താകും, എൻ്റെ മോൻ്റെ ഭാവി എന്താകും, ഭർത്താവ് ഇനി നാളെ ജോലിക്ക് പോകാൻ പറ്റുമോ, 1 മാസം പോകാൻ പറ്റുമോ, 2 മാസം പോകാൻ പറ്റുമോ എന്നുള്ള അതിൻ്റെ ഇടയ്ക്കാണ് ഇവളുമാരെ പോലുള്ള 6 കൊലപാതകം ചെയ്ത് ഇത്രയും ചതിയും വഞ്ചനയൊക്കെ കാണിച്ചവളുമാർ വന്നിരുന്ന പോലീസുകാരോട് സ്വയം പറഞ്ഞ് ചിരിച്ച് കളിച്ച് മാധ്യമപ്രവർത്തകരെ നോക്കി പുഞ്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ
വെറും പുച്ഛമാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയോട് തോന്നിയൊരു പുച്ഛം എല്ലാവർക്കും തോന്നുന്നത്. അവിടെ ആ ചിരിക്കകത്ത് ഇനി കൂടിപ്പോയാലൊരു ജീവപര്യന്തം, അതിനപ്പുറത്തൊന്നും ഉണ്ടാക്കാനില്ലല്ലോ എന്നുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ. ആ ധൈര്യത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ ചിരിയൊക്കെ. താൻ 6 പേരെ കൊന്നു, അല്ലെങ്കിൽ താൻ പിടിക്കപ്പെട്ടു എന്നുള്ള ആ ഭയത്തിനേക്കാൾ എന്നെ എല്ലാവരും നോക്കിയിരിക്കുവാണെന്നുള്ള ഒരു സെലിബ്രിറ്റി മൂഡ്. എല്ലാവരും എൻ്റെ ഫോട്ടോസ് എടുക്കാനായിട്ട് മൊബൈലും ക്യാമറകളും ഒക്കെ തൂക്കി ചുറ്റും ഇങ്ങനെ നിൽക്കുന്നല്ലോ എന്നുള്ള സിനിമാ നടന്മാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുമല്ലേ ചുറ്റും, മൊബൈലും അതും ഇത്. വേണമെങ്കിൽ ഒരു സെൽഫിയും കൂടെ എടുക്കും, ജോളിയായിട്ട് നിൽക്കുന്നു. സ്റ്റാറ്റസൊക്കെ അങ്ങ് ഇടുവാണ്. ഇതൊക്കെ ഒരു സെലിബ്രിറ്റി ആക്കി കൊടുക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കഴുതകളായിട്ടുള്ള ഈ പൊതുജനങ്ങൾ തന്നെ, ഈ മാധ്യമ പ്രവർത്തകർ. ഈ ചിരി എന്ന് പറയുന്നത് ചില സൈക്കോ ആയിട്ടുള്ള ആൾക്കാരിൽ കാണുന്നതാണ്. താനൊരു വലിയൊരു കുറ്റകൃത്യം ചെയ്തു, താൻ പിടിക്കപ്പെട്ടു, അതൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പിടിക്കപ്പെട്ടിട്ടില്ല, സാധാരണമായിട്ടങ്ങ് എല്ലാവരുമായിട്ടും കളിച്ചും ചിരിച്ചും മുന്നോട്ട് പോകുന്ന ആ ഒരു മാനസിക സ്ഥിതി എന്ന് വെച്ചാൽ ശരിക്കും സൈക്കോകൾക്ക് കണ്ടുവരുന്നൊരു മാനസിക വൈകൃതമാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് വെളിയിൽ ഇനി ആട്ടിൻ സൂപ്പും കടലക്കറിയും പിന്നെ അത് മദ്യപറ്റിച്ചതും ഒക്കെ ഉണ്ടാക്കാനിരിക്കുന്ന ഈ മെന്റാലിറ്റി ഉള്ളവന്മാർക്ക് ഇത് ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ജോലി ചേച്ചി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിരുന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായി വീണ്ടും ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വീട്ടിൽ അമ്മായിയപ്പനും നാത്തൂനുമൊക്കെ കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുവാണെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യല്ലേ. പണ്ടൊക്കെ ഒരു ഇച്ചിരി പിണക്കമുള്ള വീട്ടിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ തന്നെ മടിയായിരുന്നു. അവരിൽ എന്തെങ്കിലും കേക്കോ നെയ്യപ്പോ എല്ലാം തന്നു കഴിഞ്ഞാൽ നൈസായിട്ട് ഇച്ചിരി പിച്ചി അവിടുത്തെ പൂച്ചയ്ക്ക് വട്ടിക്കോ ഇട്ട് കൊടുത്ത് ചെക്ക് ചെയ്തിട്ടൊക്കെ കഴിക്കത്തുള്ളായിരുന്നു ഞങ്ങളൊക്കെ. ദൈവത്തെ ഓർത്ത് ചതിക്കല്ല ഇനിയെങ്കിലും. അങ്ങനെ കാണാൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ജയിൽ ജീവിതം എന്ന് പറയുന്നത് അത്ര സുഖകരമൊന്നും അല്ല. ഇവളുമാരെ കൂട്ടുള്ള തൊലിക്കെട്ടിയുള്ളവന്മാർക്കൊക്കെ ചിലപ്പോൾ സുഖവും സന്തോഷമൊക്കെ കിട്ടും. ഇടയ്ക്കൊക്കെ ഒരു പിക്നിക്ക് മൂഡ് വരാൻ ഇത് കൂട്ടുള്ള തെളിവെടുപ്പ് വിചാരണ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരൊക്കെ ചുറ്റിയടിച്ച് റൗണ്ട് അടിച്ചൊക്കെ കൊണ്ടുപോകും. പക്ഷേ ഈ മെന്റാലിറ്റി ഉള്ളവർക്കൊക്കെ അതൊക്കെ സൂപ്പറാണ്. പക്ഷേ ജയിൽ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ടതാണ്. കൂടെ വരുന്ന തടവുകാരും ഇവരുടെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമില്ല. അവർ വെച്ച് കീറുകയൊക്കെ ചെയ്യും. ദൈവത്തെ ഓർത്ത് ഇനി അതിനൊന്നും മുതിരരുത്. ഇപ്പൊ തെളിവെടുക്കാനൊക്കെ വരുമ്പോൾ വല്ലതൊക്കെ മുമ്പ് നോക്കിയിരിക്കും. അപേക്ഷയാണ്, ചെയ്യരുത്. എനിക്കിതിനകത്ത് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ പെണ്ണുപിള്ളയുടെ ചിരിക്കുന്ന കളിയും ചിരിയും കൊഞ്ചലും ഒക്കെ കണ്ടപ്പം എനിക്ക് തോന്നിയത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ലോണും EMIയും പലർക്കും കറണ്ട് ബില്ലും എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ജീവിക്കുമ്പം ഈ 6 പേരെ തട്ടിയിട്ടൊക്കെ വന്നിരുന്ന് സുഖിച്ച് കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നതൊക്കെ കാണുമ്പം ചെറിയൊരു അസൂയ, ചെറിയൊരു ചൊറിച്ചിൽ. ഇതിന്റെ പേര് ഞാൻ ഒന്ന് പങ്കുവെച്ചെന്നേ ഉള്ളൂ. ആ ഒരു അസൂയ എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഈ നീതി വ്യവസ്ഥയോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. വൈകിക്കുന്ന നീതി സത്യം പറഞ്ഞ ഒരു അന്യായമല്ലേ?